നമുക്കറിയാം ആ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പരാതികൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തനം എന്ന നിലയിൽ, ജനപ്രതിനിധി എന്ന നിലയിലും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ ഒരുപാട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് മുതൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതാക്കളും പ്രദേശവാസികളും അതിൻ്റെ ഡ്രൈനേജുമായി ബന്ധപ്പെട്ട്, റോഡിൻ്റെ ഡ്രൈനേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പരാതികൾ ഉദ്യോഗസ്ഥർക്ക് നൽകുകയുണ്ടായി. അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ ഒരു വേനൽ മഴ വരികയും ആ വേനൽ മഴയിൽ ഒരുപാട് വെള്ളം സമീപ പ്രദേശത്തുള്ള വീടുകളിലേക്ക് കയറുകയും അത് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തടയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ വരികയും അതിന് ഒരു തരത്തിലുള്ള പരിഹാരം നൽകാൻ അവർക്ക് കഴിയാതെ വരികയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം ആ റോഡിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കൃത്യമായി ഡ്രൈനേജ് ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അതിൻ്റെ ഐറിഷുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ ക്വാളിറ്റി, നമുക്ക് അതിൻ്റെ നിർമ്മാണത്തിലുള്ള ചില സംശയങ്ങൾ ഞങ്ങൾക്ക് നിലവിലുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഞങ്ങൾ പരാതിയും നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്തേക്ക് മുകളിൽ നിന്ന് വെള്ളം കുത്തിയൊരുക്കുകയും ആ വെള്ളം ആ സമീപ പ്രദേശത്തുള്ള സ്കൂളിൻ്റെ മുന്നിൽ കെട്ടി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. 2 മാസം കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ വലിയ തോതിലുള്ള ഒരു മഴ വരികയും ആ മഴയിൽ ആ സ്കൂളിൻ്റെ പ്രവർത്തനം നിർത്തേണ്ട സ്ഥിതിയിലേക്ക് വരികയും ചെയ്യുമെന്നുള്ളതാണ് പ്രദേശവാസികളും ഞങ്ങളും ആശങ്കപ്പെടുന്നത്. കാരണം ആ മുകളിൽ നിന്ന് ഒലിച്ചു വരുന്ന മുഴുവൻ വെള്ളവും സ്കൂളിൻ്റെ മുൻപിൽ കെട്ടി നിൽക്കുകയും സ്കൂളിൻ്റെ പ്രവർത്തനം, കുട്ടികൾക്ക് അവിടേക്ക് പോകാൻ പ്രവേശിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ആ രീതിയിൽ അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥിതിയുണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുടെയും MLAയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ഞങ്ങളെല്ലാം വികസന വിരോധികളായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഞങ്ങൾ ഒരിക്കലും വികസനത്തിനെതിരല്ല. പക്ഷേ വികസനം നടത്തുമ്പോൾ അത് പ്രദേശവാസികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാവണം വികസനം നടത്തേണ്ടത് എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. കൃത്യമായി അവിടെ ഇടപെട്ടുകൊണ്ട് ആ നിർമ്മാണ പ്രവർത്തനത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വിജിലൻസിനെ സമീപിക്കാൻ പോവുകയാണ്. അതിൽ ഒരുപാട് അഴിമതി, ഏതാണ്ട് 2 കോടി രൂപയോളം നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്ന ഒരു വർക്കാണ് അവിടെ നടക്കുന്നത്. അത്രയും തുക അവിടെ ചെലവഴിച്ചോ എന്നുള്ള സംശയം കൂടി ഞങ്ങൾ പങ്കുവെക്കുകയാണ്. ഏതായാലും ഇത്തരത്തിൽ നടത്തുന്ന ഈ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഉദ്ഘാടന മാമാങ്കത്തിന് ഈ ജനപ്രതിനിധി പൊതുജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരാകുമെന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്.